മലപ്പുറം തിരുനാവായയിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിലെ പവിത്രമായ ക്രിയയാണ് നിളാസ്നാനം. മാഘമാസത്തിൽ നിളാസ്നാനം നടത്തിയാൽ 7 തലമുറകളുടെ പാപം തീരുമെന്നാണ് വിശ്വാസം. നിളാസ്നാനത്തിന് നിരവധി ഭക്തരാണ് ഓരോ ദിവസവും എത്തുന്നത്. തിരുനാവായയിൽ നിന്നും ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ നടക്കുന്ന മഹാമഘ മഹോത്സവം അത് വലിയ രീതിയിൽ തന്നെ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുംഭമേളയ്ക്ക് സമാനമായ രീതിയിൽ തന്നെയാണ് മഹാമഘ മഹോത്സവം തിരുനാവായ ഭാരതപ്പുഴയുടെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് നിളാസ്നാനം. നിരവധി ഭക്തരാണ് വിവിധ സമയങ്ങളിലായി നിളാസ്നാനത്തിന് വേണ്ടി ഇവിടെ എത്തുന്നത്. രാവിലെ 8:30 ഒരുമിച്ചുള്ള ഒരു നിളാസ്നാനം ഇവിടെ നടക്കുന്നത്. അതായത് ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ മന്ത്രോച്ചാരണങ്ങളോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിളാസ്നാനം നടക്കുക. അതിനുശേഷം വ്യത്യസ്ത സമയങ്ങളിലായി നിരവധി ആളുകൾ നിളാസ്നാനത്തിന് വേണ്ടി മാത്രം ഇവിടെ എത്തി അവർ സ്നാനം നടത്തി തിരിച്ചു പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത്, അതായത് മാഘമാസത്തിൽ നിളാസ്നാനം നടത്തുന്നത് പുണ്യമാണ് എന്നുള്ളതാണ് വിശ്വാസം. പ്രത്യേകിച്ച് സപ്തനദി സംഗമം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസം. ഈ മാഘമാസത്തിൽ ഗംഗ, യമുന, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി തുടങ്ങി അങ്ങനെ സപ്തനദികളുടെ ഒരു സംഗമം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പുണ്യമാണ് ഈ സമയത്ത് ഇവിടെ സ്നാനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൂരദിക്കുകളിൽ നിന്നും ഇതര സംസ്ഥാനത്ത് നിന്ന് അടക്കം നിരവധി ഭക്തർ ഇവിടേക്ക് വന്ന് സ്നാനം നടത്തുന്നു. അവർ മടങ്ങിപ്പോകുന്നു. ഈ കുംഭമേളയുടെ ഭാഗമായി അവർ ഇവിടെ എത്തുന്നു. പ്രത്യേകിച്ച് എല്ലാ വർഷവും ഇത്തരത്തിൽ മാഘമാസത്തിൽ ഇവിടെ നിളാസ്നാനം നടക്കാറുണ്ട്. ഈ മാഘമഹോത്സവം സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി നിളാസ്നാനം നടത്താറുണ്ട്. ഈ മഹോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിളാസ്നാനവും അതോടൊപ്പം തന്നെ നിള ആരതിയുമാണ്. നിള ആരതി വൈകിട്ടാണ് ഉണ്ടാവുക. വൈകിട്ട് 6:30 നിള ആരതി ആരംഭിക്കും. നിള ആരതി കാണുന്നതിനും 10,000-കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത്. എന്തായാലും മാഘമഹോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഭാരതപ്പുഴ എന്ന് പറയുന്നത് അതൊരു പുണ്യ നദിയായിട്ടാണ് കണക്കാക്കുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമിയിൽ പാരമ്പര്യമായ ഈ ചരിത്രപരമായ ഒക്കെ അടയാളപ്പെടുത്തിയ ഒരു നദി കൂടിയാണ് ഭാരതപ്പുഴ. അതിനെ പവിത്രമായി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ നദിയെ പൂജിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ ഇവിടെ നടക്കുന്നതും അതിൻ്റെ ഭാഗമായി ഈ സ്നാനം നടക്കുന്നതും. ഈ മാഘ മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളിൽ ഒന്നാണ് നിളാസ്നാനം. അങ്ങനെ നിരവധി ഭക്തരാണ് ഓരോ ദിവസവും നിളാസ്നാനത്തിന് വേണ്ടി മാത്രം ഇവിടെ വന്ന് മടങ്ങിപ്പോകുന്നത്.